ഇടക്കിടക്ക് അതേ ഇവിടെ വരാറുണ്ട്, സാധാരണ വരാറുള്ളതാണ്. പലപ്പോഴും വരാറുണ്ട്. സൗഹൃദ സമ്മേളനം വന്നു, ഇരുന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കാര്യമുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്നോട് എന്തിനാ ചോദിക്കണേ? ഒരു പണിയൊന്നും ആരോട്? തനിക്ക് വേറെ പണിയൊന്നും. എനിക്ക് ഇണക്കവും പണക്കവും പ്രശ്നാധിഷ്ഠിതമാണ്. ചില കാര്യത്തിൽ ഇണങ്ങും, ചില കാര്യത്തിൽ പിണങ്ങും. അത് ഓരോ പ്രശ്നത്തിൻ്റെ ഒരു സ്ഥാനത്തല്ലേ. അത് നിങ്ങൾ ഓരോരുത്തരും അവരവരുടേതായ വിചാരത്തിൽ അങ്ങ് സങ്കല്പിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല. കുറേ നാളായി ഈ പണി തുടങ്ങി. ഭയങ്കര സാധനം. എനിക്കാ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പേര് പറഞ്ഞില്ല, വർഗീയവാദികളെയാണ് ശബരിമല സംഗമത്തിലേക്ക് ക്ഷണിച്ചത് എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ മാറി മാറി പറയും. ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു ഒരു സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങണമെന്ന്. ഇന്ന് പത്രത്തെ കണ്ട് ഒരു സമുദായ നേതാക്കന്മാരോടും എനിക്ക് വിരോധമില്ലെന്ന്. അപ്പോൾ ഈ കുറേ വൈകി കുറേ വിവേകം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന്. ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അതിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. മാവുങ്കൻ്റെ കാര്യത്തിൽ തന്നെ കയറാൻ പാടില്ല, കയറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാങ്കൂട്ടത്തിൽ കേട്ടോ, മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അയാൾ പാലക്കാട്ട് പോയില്ലേ, ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഈ UDF കൺവീനർ നേതാവ് പപ്പുള്ള എന്നൊക്കെ പറയണത് വല്ല പ്രസക്തിയുണ്ടോ പുള്ളി പറയണത്? പ്രസക്തിയില്ല. പറയണതിനെ മാറി മാറി പറയല്ലേ. അദ്ദേഹം പറയാത്തൊരു കാര്യമില്ല. പിന്നെ ശബരിമലയുടെ കാര്യത്തിൽ അവർക്ക് അഭിപ്രായം ഇല്ലായിരുന്നില്ല. കോൺഗ്രസിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, BJPക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ പാർട്ടിക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. കോൺഗ്രസിനൊരു അഭിപ്രായമായിരുന്നു. ഈ അഭിപ്രായം ഇല്ലാത്ത പാർട്ടിയല്ലേ കോൺഗ്രസ്. അവരിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങോട്ട് അയ്യപ്പ സംഗമം തൊട്ട് മുന്നേ കഴിഞ്ഞതേ ഉള്ളൂ. സർക്കാർ പരിപാടിയിൽ അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. BJPയുടെ പരിപാടിയിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടി നിൽക്കുമ്പോഴാണ് ഈ ഒരു സന്ദർശനം. എന്തായിരുന്നു സന്ദർശനത്തിന്റെ ഒരു? അല്ല, ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, അതായത് ഞാൻ ഇവിടെ വരുന്നതും അദ്ദേഹമായിട്ട് കാണുന്നതും ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഞാൻ പതിവായി വരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് കാണുമ്പോൾ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ആലോചിക്കും, ചർച്ച ചെയ്യും, അഭിപ്രായങ്ങൾ പറയും. അത് എല്ലായ്പ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അത്രയും തന്നെ ഇന്ന് നടന്നുള്ളൂ. പിന്നെ സ്വാഭാവികമായും മറ്റ് അദ്ദേഹത്തിന്റെ ആരോഗ്യവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഇല്ല, ഞങ്ങളുടേതൊരു ഞാനിവിടെ വരുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയല്ല, ഒരു സൗഹൃദ കൂടിക്കാഴ്ച. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കും, വർത്തമാനം പറയും. അതിന് സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തിരിച്ച് വൈകുന്നേരം തിരുവനന്തപുരത്തൊരു പരിപാടി ഉള്ളതുകൊണ്ട് പോകണം. അല്ലായിരുന്നു ചിലപ്പോൾ ഞാൻ അദ്ദേഹം ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ ഊണും കൂടി കഴിച്ചിട്ട് പോയേനെ. അല്ല, അങ്ങനെയല്ല. ഇതങ്ങനെ നിങ്ങൾ പെരുന്നയും കണിച്ചുകുളങ്ങരയും ഒന്നും കൂട്ടി വെക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഇന്ന് ഈ പ്രദേശത്ത് എനിക്ക് വരേണ്ട ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണുക എന്നുള്ളതും അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സെക്രട്ടറി കുറച്ചുകൂടെ CPM-ആയിട്ട് അടുക്കുന്നു എന്നുള്ളൊരു ആശങ്ക BJPക്കുണ്ടോ? അല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെയും താല്പര്യങ്ങളും ഒക്കെ അദ്ദേഹം നോക്കും. അതിന് അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു, ഹെലികോപ്റ്റർ ഉൾപ്പെടെ കൊടുത്ത് കേരളമാകെ ക്യാമ്പയിൻ നടത്തിയ ഒരാളാണ്.
അത് ചരിത്രമല്ലേ, അത് മാറ്റാൻ പറ്റൂലല്ലോ. അപ്പം ഭാവി അത് സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഇനി മറ്റൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എയിംസിന്റെ വിഷയം വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടക്കുന്നത്. അപ്പോൾ BJPക്കുള്ളിൽ തന്നെ അതിൽ ചില തർക്കങ്ങൾ BJPയിൽ തർക്കമൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് തർക്കിക്കേണ്ട വിഷയമല്ല അത്. കാരണം ഞങ്ങളുടെ മുമ്പിൽ ചർച്ചയില്ലാത്തൊരു വിഷയമാണ്. കാരണം ഈ എയിംസ് എവിടെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് BJPയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം BJP രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല അത്. ഈ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു സ്ഥലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കേന്ദ്ര സർക്കാരാണ് പരിശോധിക്കുക. ഇത് നിങ്ങളെല്ലാവരും ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ CPM എല്ലാ തീരുമാനങ്ങളും പാർട്ടിയാണ് എടുക്കുന്നത്. സർക്കാർ അതിൻ്റെ അടിയിൽ ഒപ്പിടൽ മാത്രമേ ചെയ്തുള്ളൂ. BJPയിൽ അങ്ങനെയല്ല. പാർട്ടി തീരുമാനം എടുക്കും, എന്നിട്ട് സർക്കാർ അതിൻ്റെ അടിയിൽ ഒപ്പിടലല്ല. ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കേസിൽ ആരെ പ്രതിയാക്കണം, ആരെ ഒഴിവാക്കണം, അവനെ അറസ്റ്റ് ചെയ്യണോ, പിടിച്ചുകൊണ്ട് പോകണോ, 2 അടി കൊടുക്കണോ, ഇതൊക്കെ പാർട്ടി തീരുമാനിക്കും. BJPയിൽ അതില്ല. പക്ഷേ ഇപ്പം സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴയിൽ കൊണ്ടുവരുന്നത്, BJP നേതാക്കൾ പറയുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറയുന്നു. അല്ല, കേരളത്തിൽ എവിടെയാണെന്ന് ആരാ പറഞ്ഞു? കേരളത്തിൽ എവിടെയാണെങ്കിലും സ്വീകാര്യമാണ് എന്ന് ആര് പറഞ്ഞു? MT രമേശ്. അത് MT രമേശിന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിലൊന്നും BJPയുടെ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ല. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അവർക്ക് അവരുടെ വീക്ഷണത്തിൽ എങ്ങനെയാണ്, എവിടെ ഉണ്ടാവുന്നതാണ് നല്ലത് എന്നുള്ളതിന് അവരുടെ അഭിപ്രായം പറയും. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു അഭിപ്രായമായി കണ്ടാൽ മതി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും എന്നുള്ളതാണ്. അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല പറഞ്ഞത്. അതിനെ കുറച്ച് കാണിക്കല്ലേ. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു അർഹമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം പാർട്ടിക്ക് അതിലൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം പാർട്ടിയോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്ര സർക്കാർ. നിങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനം എന്താണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടി ചർച്ച ചെയ്യും, തീരുമാനം എടുക്കും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു കാര്യത്തിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരത് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് വരെ അല്ലെങ്കിൽ കണ്ണൂർ വരെയായിരുന്നു ആദ്യം തീരുമാനിച്ചത്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, കണ്ണൂർ വരെയല്ല, കാസർഗോഡ് വരെ വേണം, കേരളത്തിന് മുഴുവൻ ബാധകമാണ്. അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ആദ്യം കണ്ണൂർ വരെയാണ് ഉദ്ദേശിച്ചത്, മുരളീധരൻ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് അങ്ങേയറ്റം വരെ നീട്ടുകയാണ്. ഇനിയിപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് ഇത് വരാൻ പോകുന്നു, ട്രെയിൻ വരാൻ പോകുന്നു. രാജ്യത്ത് 10 ട്രെയിൻ വരുമ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളം ഉൾപ്പെടെയാണ്. BJPയുടെ പാർട്ടിയല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്, ഇതൊക്കെ കേന്ദ്ര സർക്കാർ. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിന് അനുവദിക്കുന്ന ഒരു തീരുമാനം കേന്ദ്രം എടുത്തിട്ടുണ്ടോ? അത് കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട ആൾക്കാരല്ലേ പറയണ്ടേ, ഞാനല്ലല്ലോ. തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനോട് പ്രത്യേക താല്പര്യം കാണിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് കേരളത്തിന് വേണ്ട സമയത്ത് കേരളത്തിന് കിട്ടും.